വയനാട്ടിൽ വൻ കുഴൽപ്പണവേട്ട. 3 കോടിയിലധികം രൂപയുടെ കുഴൽപ്പണവുമായി യുവാക്കൾ പിടിയിൽ. മുഖ്യ സൂത്രധാരനടക്കം 5 യുവാക്കളെയാണ് വയനാട് പോലീസ് പിടികൂടിയത്. വടകര താമരശ്ശേരി സ്വദേശികളാണ് പിടിയിലായത്. ബംഗളൂരിൽ നിന്ന് കാറിൽ പ്രത്യേകം തയ്യാറാക്കി അറയിൽ സൂക്ഷിച്ചാണ് പണം കടത്തിയത്. കർണാടകയിൽ നിന്ന് രാസലഹരി കടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന. പട്രോളിംഗ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും പ്രത്യേക സ്ക്വാഡും ചേർന്ന് ചെറ്റപ്പാലത്തിന് സമീപം നടത്തിയ പരിശോധനയിൽ KL-18 AG 4957 ഹ്യുണ്ടായി ക്രെറ്റ കാർ സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്യാംനാഥിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘവും പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിനും പാസഞ്ചർ സീറ്റിനും അടിയിലായി നിർമ്മിച്ച പ്രത്യേക അറയിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. 500-ന്റെയും 200-ന്റെയും 100-ന്റെയും നോട്ടുകെട്ടുകൾ അടുക്കി വെച്ച നിലയിൽ. കൃത്യമായി പറഞ്ഞാൽ 3,15,11,900 രൂപ. കാറിലുണ്ടായിരുന്ന ആസിഫിനെയും റസാഖിനെയും ഫാസിലിനെയും ആദ്യം പിടികൂടി. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ സംഘത്തലവനെ കുറിച്ച് വിവരം ലഭിച്ചു. തുടർന്ന് മുഖ്യ സൂത്രധാരനായ സൽമാനെയും മുഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സൽമാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബാംഗ്ലൂരിലെ KR നഗറിൽ നിന്ന് 2 പേർ സ്കൂട്ടറിൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ പണം എത്തിച്ചത്. അവിടെ വെച്ച് കാറിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിൽ പണം അടുക്കി വെച്ച് 3 യുവാക്കളും ബംഗളൂരുവിൽ നിന്ന് വടകരയിലേക്ക് പുറപ്പെട്ടു. പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്ത പോലീസ് സൽമാന്റെ ലൊക്കേഷൻ പരിശോധിച്ചു. പരിശോധനയിൽ മാനന്തവാടി കോടതിയുടെ പരിസരത്ത് നിന്ന് ഇയാളെ KL-18N 5666 നമ്പർ മാരുതി സ്വിഫ്റ്റ് കാർ സഹിതം കസ്റ്റഡിയിലെടുത്തു. പ്രതികളെല്ലാം കോഴിക്കോട് സ്വദേശികളാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.